ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എല്ലാ വെള്ളിയാഴ്ചയും വരുന്നൊരു അണ്ണാച്ചി തള്ളയാണ്. എല്ലാ വെള്ളിയാഴ്ചയും വരും. ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ എൻ്റെ ഫോൺ പുറത്ത് വെച്ച് മറന്നിട്ട് ഇവർ കാരണമാണത് അവിടെ വെച്ചത്. കിട്ടിയത് എന്നല്ല, ആരും വന്നിട്ടൊന്നുമില്ല അതുവരെക്കും. പക്ഷേ ഇവരാണ് പറഞ്ഞത് അത് അവിടെ ഇരിക്കുന്നുണ്ട്, കാരണം ഞാൻ പോയില്ല, അതിന് കാവലിരുന്നാന്നൊക്കെ. അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ ഞാൻ എന്നും വന്നാൽ 10-20 രൂപയൊക്കെ ഇങ്ങനെ കൊടുക്കും. അതുപോലെ ഇന്നും കൊടുത്ത്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരു കേക്കിൻ്റെ കഷ്ണമൊക്കെ കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ തോരുമ്പോൾ പറയും ഞാൻ പോവാം. അപ്പോൾ ഞാൻ പറയും കുറച്ച് നേരം കൂടി ഇരിക്കുക, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ. ഇപ്പം അതിവിടെ ഈ റോയൽ ജ്വല്ലറിയുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. അവിടെ മഴ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ കിടന്നൂടെ, രാത്രി ഇവിടെ കിടന്നോ, ഇവിടെ രാത്രി ആകുമ്പോൾ കിടക്കാൻ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട, അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, ഞാൻ അവിടെയാണ് കിടക്കുക, പോലീസ് സ്റ്റേഷനൊക്കെ അടുത്തുണ്ട്, അപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം. പോകുമ്പോൾ അവിടുന്ന് ചോറ് മേടിച്ചിട്ട് ഞാൻ അങ്ങനെ പോവുള്ളൂ അത്ര. അതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പോയി. എല്ലാ വെള്ളിയാഴ്ചയും വരും. ഹസ്ബൻഡൊന്നുമില്ല, ഒറ്റക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് വന്ന് കുറച്ച് ചിക്കൻ കായം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊരിക്കാൻ വേണ്ടി അടുപ്പത്തിട്ട് ഇന്ന് കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു. നമ്മൾ ആ കായം പരട്ടി വെച്ച ചിക്കൻ അടുപ്പത്തിട്ട് പൊരിക്കാനിടുകയാണ്. ഭയങ്കര മടിയെന്നേ, ഒറ്റയ്ക്കാവുമ്പോൾ എനിക്കത് ഇങ്ങനെ ഉണ്ടാക്കാനും അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് 1-1.5 മണിക്കൂർ അവിടെ കിച്ചണിൽ നിൽക്കണ്ടേ എന്നുള്ള മടി. എന്നാലും ഞാനതിങ്ങനെ തുടങ്ങി ഉണ്ടാക്കാൻ. അതൊക്കെ മറിച്ചിട്ട് ചിക്കനൊക്കെ എന്ത് മറിച്ചിട്ട് വിചാരിക്കുകയല്ലേ, ചിക്കനൊക്കെ ഒരു ഭാഗം എന്ത്, അപ്പോൾ അത് മറിച്ചിടാണ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. ചോറ് ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു തിളപ്പിച്ച്. അപ്പം നാളെ ഉച്ചൻ്റെ പകുതി കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബിരിയാണി വെക്കണം വിചാരിച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കാൻ പോണ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ചോറൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ മുഴുവനും കാണിക്കുന്നില്ല, അപ്പോൾ നമ്മൾ ഒറ്റക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോഴി പറഞ്ഞപ്പം ഭയങ്കര വലിയ കോഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു നേരം 2 നേരം ഒന്നും അതൊന്നും കഴിയില്ല. പിന്നെ ബാക്കി അങ്ങനെ വെച്ചില്ല. സിമ്പിളായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കും. കുറച്ച് തൈരുണ്ട്, ഒരു 4 പച്ചമുളക് ഇട്ട് വെക്കാം. മഞ്ഞപ്പൊടി കഴുകി
ഒന്ന് ഇളക്കി വെക്കാം. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി തൈരിൽ കുറച്ചിട്ട് വെക്കണം. ഒരു 6 പച്ചമുളക് അരിഞ്ഞിട്ട് തൈരിലിട്ടിട്ടുണ്ട്. അതും പച്ചമുളകും മഞ്ഞളും കൂടിയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 സവോള എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ബിരിയാണി ഞാൻ വെക്കുന്നുള്ളൂ, അധികം വെക്കുന്നില്ല. 2 ഗ്ലാസ് അരിയുടെ വെളുത്തുള്ളി ഞാൻ ചതക്കാറില്ല കേട്ടോ. അങ്ങനെ മുഴുവൻ ഇട്ടിട്ട് കൊടുക്കും. ഇഞ്ചി ചതക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 മാത്രം ചതച്ചിട്ടിട്ട് കൊടുക്കും. അത്ര വലുപ്പമില്ലാത്ത തക്കാളി 4 തക്കാളി കുറച്ച് അധികം ഉള്ളതാണ് നല്ലത്. തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി വഴുന്നതിനനുസരിച്ച് പൊടികളൊക്കെ പരിവായി കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ ബിരിയാണി അങ്ങനെ കറി വെച്ച് കഴിക്കാൻ പോകുന്നുണ്ട്. ബിരിയാണി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വേറെ കഴിച്ച് വേറെ മീൻ കഴിച്ച് കറി വെച്ച് അങ്ങനെ പോകും. അവിടെ ഇരുന്ന് പഴകും. അങ്ങനെ പറമ്പിൽ നല്ല കാക്കകളുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഞാൻ പോയി നോക്കുകയാണ്. അപ്പോൾ മൊബൈലും കൂടി എടുത്തിട്ട് പോയി. അപ്പോൾ നോക്കുമ്പോൾ നിറച്ചും കീരിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. അവിടെയൊക്കെ കച്ചറ പോലെ കുറേ പുല്ലൊക്കെ ഉണങ്ങി കിടക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കീരികളാണ്. ഒക്കെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാം ഓടിപ്പോയി. കുറച്ച് അരച്ചിട്ട് ബിരിയാണി പോയി കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം അരച്ചതും പിന്നെ തൈര് എല്ലാം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറിന് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബസ്മതി ഉണ്ട്, ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ മസാലക്കൂട്ട് പാകയും ഇന്ത്യ ഗേറ്റിൻ്റെ അരിക്ക് നാട്ടിലൊക്കെ ഭയങ്കര വില കേട്ടോ. നമ്മൾ ദുബൈയിലുള്ള ടൈമിൽ കടയിൽ ഇന്ത്യ ഗേറ്റ് കമ്പനി എന്തോ തുടങ്ങിയ നേരത്ത് നമ്മളെ കടയിലൊക്കെ അരി ഒരു കൊടുന്ന് വെക്കും. അപ്പോൾ അത് തീരെ ചിലവായിരുന്നില്ല. അതവിടെ ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയുക, മാസങ്ങളോളം കിടക്കും. വിറ്റ് പോകില്ല, തിരിച്ചെടുത്ത് കൊണ്ടുപോകില്ല. നമ്മളാണെങ്കിൽ ആ അരി അങ്ങനെ വെക്കൂല. അങ്ങനെ നമ്മൾ മുംതാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിരിയാണി റൈസാണ് നമ്മൾ റൂമിലൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ആ അരിക്ക് അത്ര വില കണ്ടിരുന്നില്ല ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല അരിയായിട്ടാണ് ഇവിടെയൊക്കെ പറയണത്. നല്ല വിലയാണ്. ഒരു കിലോ അരിക്ക് തന്നെ എത്ര 200 രൂപയുടെ അടുത്തൊക്കെ ഉണ്ട് ഒരു കിലോ അരിക്ക്. അങ്ങനത്തെ അരിയാണത്. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മാക്കാൻ പോവാണ്. ഒരു ചെറുനാരങ്ങ അതിൻ്റെ മുകളിൽ ഒഴിച്ചു, പിന്നെ നെയ്യ് ഒഴിച്ച്,
പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി അതിൻ്റെ മുകളിലിട്ടിട്ടോ. അത്ര മാത്രമേ ഇട്ടുള്ളൂ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്തിട്ടില്ല. അതൊക്കെ അതിൽ ഞാൻ അരച്ച് കൂട്ടി. ഇങ്ങനെ വെച്ചിട്ടൊരു അരമണിക്കൂറോളം ദമ്മാക്കി അടുപ്പത്തൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ടാണ് ദമ്മാക്കിയത്. അടി കനമുള്ള പാത്രം ആയതുകൊണ്ട് അടി പിടിക്കുകയൊന്നുമില്ല. എന്നാലും അടിയിലൊരു പാത്രം വെച്ച് കൊടുത്ത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ചേച്ചി പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ അടിക്കാനും തുടക്കാനൊക്കെ വന്നതാണ്. പക്ഷേ ചേച്ചി പറയുക വേറെ എവിടേക്കും പോകില്ല എന്ന് പ്രത്യേകം പറഞ്ഞോട്ടാ, ഞാൻ രാത്രി അടുത്തേക്ക് തന്നെ വരുള്ളൂ എന്നിങ്ങനെ പറയുകയാണേ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും ലത പോവാറില്ല. അവൾ കമ്പനി അടക്ക പണിക്ക് മാത്രമേ പോകുള്ളൂ. അപ്പോൾ നമ്മളോടൊക്കെ ഇങ്ങനെ അടക്കം കൊണ്ടുവരുന്നതാണ്.